സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആരാണ് വന്നിരിക്കുന്നത്? ഞാൻ. അപ്പോൾ വന്നിട്ടോ, എല്ലാ പരാതികളും പരിഭവങ്ങളും ഇന്ന് നമ്മൾ തീർക്കും. ഇന്ന് നമ്മൾ കിടിലം വ്ളോഗ് നമ്മളിവിടെ ആരംഭിക്കാൻ പോവാണ് അല്ലേ? നമ്മളെ പ്ലാൻ എന്തൊക്കെ സാറോ? എനിക്കറിയില്ല, ഇജ്ജാണ് എന്നെ കൊണ്ടുവന്നത്. ഇന്ന് ഞാൻ എന്ത് ചെയ്തേ, ഓൻ ഇവിടെ എത്തിക്കണെന്ന് ഞാൻ അറിഞ്ഞു. ഓൻ്റെ വീട്ടിൽ പോയി വിളിച്ചല്ലേ മൂത്തക്ക്. ആടാ ആയിക്കോട്ടെടാ. പിന്നെ സംഭവം ശരിയാണ്, നമ്മളെ പരിപാടി കഴിഞ്ഞ അതിന്റെ കുറച്ച് ദിവസം തിരക്കപ്പെട്ട് പിന്നെ ഞാൻ ഒന്നര ഫ്രീ ആയപ്പോ നിങ്ങൾ എന്ത് ചെയ്തേ, ഇവിടുന്ന് കോഴിക്കോടേക്ക് പോയി. പിന്നെ ഓല് ഇന്നാണ് വരുന്നത്. കോഴിക്കോടേക്ക് നമ്മള് ആകെ 2 ദിവസം പോയിട്ടുള്ളൂ. അതന്നെ, ആ 2 ദിവസമാണ് ഞാൻ ഫ്രീ ആയത്. അതുവരെ നമ്മള് പരിപാടി കഴിഞ്ഞിന്റെ കൊറേ ഉണ്ടാവുമല്ലോ. എപ്പോഴും അഡവനാണ്, അഡവുകളുടെ ഒരു രാജമാണ് വാസിൽ. ഞാൻ ഇപ്പൊ മിഞ്ഞാന്ന് 2 ദിവസം കോഴിക്കോടായപ്പോ വാസിൽ എന്താ പറയാ, ഞാൻ ഫ്രീ ആണ്. ഇപ്പൊ നമ്മള് പൈസ ചോദിച്ചുമ്പോണ്ടല്ലോ കുറച്ചേരം ആൾക്കാര് എടാ ഒരു 500 ഉറുപ്പിക എടുക്കണ്ട വെച്ചാൽ പറയല്ലോ, എടാ ഞാൻ 5 മിനിറ്റിന് കൊടുത്തു പറയില്ലേ. ആ ഒരു 5 മിനിറ്റിന് വിളിച്ചിരുന്നു. പണ്ടിതേമാതിരി ഒരാള് തെങ്ങുമെന്ന് വീണായിരുന്നു. തെങ്ങുമെന്ന് വീണ് ആശുപത്രി കൊണ്ടുപോയപ്പോ ഡോക്ടർ പറഞ്ഞല്ലോ, നിങ്ങളൊരു 5 രൂപ എത്തിച്ചിട്ടാണെങ്കിൽ നിങ്ങൾക്ക് രക്ഷപ്പെടുത്തേനി. അതിൽ കൊണ്ടുപോയാണല്ലോ, ഇതിപ്പോ ഉന്തി തള്ളിട്ട് തെങ്ങുമ്പോൾ കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. ഇതിപ്പോ വീണാലല്ലേ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പൊ ഓരോ അത്രയും നേരത്തെ എത്തിച്ചിക്കണ്, അതിന്റെ മുമ്പിൽ ഇപ്പൊ എത്തിക്കാൻ കഴിയില്ല. അതേമാതിരിയാണ് ബസർ പറഞ്ഞത്. ബാസില് ഞാൻ കോഴിക്കോട് പോയ ടൈമിന് ഓൻ പറയാ, ഞാൻ ആ ദിവസമായിരുന്നു ഞാൻ 2 ദിവസം ഫ്രീ. ഞാൻ ഇവിടെ 26-ാം തീയതി എന്റെ നിക്കാഹ്. 26-ാം തീയതിക്ക് ശേഷം ഞാൻ 2 ആഴ്ച ഇവിടെ വെറുതെ ഇരുന്നു. 2 ആഴ്ച ഒന്നുമില്ല, ഇന്ന് പാകം എത്ര ഡേറ്റ് ആയിട്ടുള്ളൂ? 7-ാം തീയതി. 26-ാം തീയതി കൂട്ട് 31 ഉണ്ട്. കുറച്ച് ദിവസം എന്താ വെച്ചാല് ആ ഒരു ഫസ്റ്റത്തെ ഒരാഴ്ച നമ്മൾ ഇതിന്റെ ശേഷക്രിയകൾക്ക് വേണ്ടി ഓട്ടേനി കുറെ കാര്യങ്ങൾ സെറ്റിൽ ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെ തന്നെ ഞാൻ വിചാരിച്ചത്, എന്നെ പറ്റിയിട്ടാണെന്നുണ്ടെങ്കിൽ ലോകത്തിലെ എല്ലാ ആണുങ്ങളും അങ്ങനെ തന്നെയാണെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ എന്താ നെക്സ്റ്റ് വീഡിയോ എടുക്കണേ. പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജോർജിലായ ബാസിൽ സമാൻ എന്ന് പറഞ്ഞുള്ള ഒരാളെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, അസുറോ ഇത് വരണം നാട്ടിലേക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ. എന്നോട് കുറേ ആൾക്കാർ പറഞ്ഞു, എന്നോട് കുറേ ആൾക്കാർ പറഞ്ഞു സർപ്രൈസ് ആയിട്ട് സ്റ്റേജിൽ കയറിയാണ്ട് വീഡിയോ ഒക്കെ എടുക്കാം, അതാവുമ്പോൾ നല്ല വീഡിയോയിൽ കണ്ടന്റ് ഒക്കെ ഉണ്ടാവും. ഞാൻ അന്ന് തന്നെ വിളിച്ചു പറഞ്ഞതാ, എനിക്ക് അതിന്റെ ആവശ്യമില്ല. ഞാനെത്തും പറഞ്ഞു, കല്യാണത്തിന്റെ ഒരാഴ്ച മുന്നാണ് ഒരു സുഹൃത്തിന് ആവശ്യം. അപ്പൊ ഞാൻ അതിന് വേണ്ടിയിട്ട് വന്നിട്ട് അപ്പൊ എന്നോട് പറഞ്ഞ തരാം, അസുറോ ഒരാഴ്ച മുന്നേ നമ്മൾ ഫുള്ള് ഓട്ടത്തിലേക്കാരം കുറെ സംഭവങ്ങൾ ചെയ്യാണ്ട്. അത് കഴിഞ്ഞ് 26-ാം തീയതിക്ക് ശേഷം പിറ്റേന്ന് മുതൽ ഞാൻ നിന്റെ കൂടെ ആയിരിക്കും പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ ബാസിനോട് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അങ്ങനെ പിറ്റേന്ന് മുതൽ നമുക്ക് ഇങ്ങനെ വരാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ബാസിനോട് പറഞ്ഞു, അങ്ങനെ ഇറങ്ങാൻ പറ്റുമോ ബാസില്? ഒരു പേടി പേടിച്ചാ ഞാൻ ഉണ്ടാവും എന്റെ കൂടെ. ഞാൻ ആ എക്സ്പീരിയൻസിൽ ഇങ്ങനെ ഇരിക്കുക 26-ാം തീയതിക്ക് ശേഷം. എന്നിട്ട് ബാസിലും വന്നില്ല, ജ്യോതിയും വന്നില്ല, തീയും വന്നില്ല. ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചോ. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾ തമ്മിലൊരു അന്തർധാരണ ഉണ്ട്. ഇതിൽ കുറെ ആൾക്കാർ വിചാരം ഇവര് നമ്മളോട് കുറെ ആൾക്കാർ വിചാരം എന്താ വെച്ചാൽ ബാസിൽ 2 ദിവസം നിന്നെ കാണാൻ വന്നില്ലെങ്കിൽ ഞങ്ങളുടെ തെറ്റി പിരിയുന്നതാണ്. ഇതെന്താ മറ്റേ ആ ഒരു ധാരണ എന്ന് പറഞ്ഞെടുത്ത സാറോ? ആ ഒരു ധാരണ ഞങ്ങള് ലൈസ് അങ്ങോട്ട് തരാത്തിന് കൊല്ലുന്ന ആൾക്കാരൊന്നല്ല, നമ്മള് പരസ്പര ധാരണ ഉള്ള ആൾക്കാരാണ്. നമ്മളിപ്പോ സുഹൃത്തുക്കളെ, ഞാൻ വേറെ കാര്യം പറഞ്ഞിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. എന്താ വെച്ചാല് ഇപ്പൊ ഇവരൊന്നും ഇവിടെ നാട്ടിലില്ലെങ്കിലും, അതെ ഞാൻ ഇവിടെ ഫുൾ ടൈം ഇവിടെ നാട്ടിലുള്ള ആളാണ് അല്ലേ, നമ്മളെ ജോലിയും കാര്യങ്ങളും ഇവിടെ നാട്ടിലാണ്. അപ്പൊ നമ്മളിവിടെ ഫുൾ ടൈം നാട്ടിലുള്ള ആൾക്കാരാണ്. പക്ഷെ അതുകൊണ്ട് തന്നെ പല ആവശ്യങ്ങൾക്കും ഇന്നങ്ങൾക്കൊക്കെ ഉപകാരപ്പെടലുണ്ട് ഇല്ലേ, വീട്ടിലത്തെ ആവശ്യങ്ങൾക്കൊക്കെ. എന്താ വെച്ചാൽ അസുറ് എന്നെ വിളിക്കും, വീട്ടിൽ ഇന്ന ആവശ്യമുണ്ട്. അപ്പം ഞാൻ ഇവിടെ നാട്ടിലുള്ള ആളാണ്. ഞാൻ രാവിലെ 10 മുതൽ 4 വരെ സ്കൂൾ കഴിഞ്ഞ് ഞാൻ ഫ്രീ ആണ്. ഞാൻ സ്കൂളിൽ വീട്ടിൽ പോകുന്നുണ്ടല്ലേ, നമ്മൾ കാര്യങ്ങൾ ചെയ്യും. അതേമാതിരി ഇപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ഇവിടെ അല്ല വേറെ വീട്ടിലുള്ള ആവശ്യങ്ങൾക്കൊക്കെ ഇതാവും. അതേമാതിരി എൻ്റെ ആവശ്യങ്ങൾക്ക് ഓലുണ്ട്. ഇങ്ങനെയാണ് ഈ ഒരു ബന്ധം ഇതിന് പോകുന്നത്. ഇനിയിപ്പോൾ നാളെ നമ്മളോട് പടച്ച മനുഷ്യൻ്റെ കാര്യമുണ്ട്, നമ്മളോട് മരിച്ചു വിചാരിച്ചോളൂ, ഞാനോട് മരിച്ചു വിചാരിച്ചോളി. ഇവലൊക്കെ തന്നെ കാര്യം എൻ്റെ വീട്ടിൽ പല ആവശ്യങ്ങൾക്കുണ്ട്. അല്ല ഇവിടെ വേറൊരു ആൺതരില്ലല്ലോ അല്ലേ. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഈ ഒരു നീ മരിച്ചാൽ എനിക്ക് കണ്ണെന്ന കൊള്ളാന്ന് ക്യാമറമാൻക്ക് അറിയുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മളൊരു ഇത് പോണത്. പിന്നെ ഞങ്ങളെ കൂട്ടത്തിൽ ആരും ബാസിൽ ചാമ്പിയിട്ടൊന്നുമില്ല. പക്ഷെ സ്വാഭാവികമായിരിക്കും വരും ദിവസങ്ങളിൽ ചിലപ്പോൾ ഞാനും അങ്ങനെ ഞാനങ്ങനെ ആവില്ല. ആയിക്കോട്ടെ കണ്ടോളി. അപ്പൊ എന്താ വെച്ചാൽ നമുക്ക് ഇതിൽ പറയാന്ന് വെച്ചാല് ഈ വെടി വെച്ച് എനിക്കും വെടി കൊണ്ട് ബെൽക്കില്ലാത്ത പ്രശ്നം ഒച്ച കേട്ട ആർക്കും ദയവേത് നമുക്ക് പറയലോ. എന്തോ നമ്മളങ്ങനെ പലതും പറയലുണ്ടോ, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അല്ലേ എന്തൊക്കെ പറയലുണ്ട് അങ്ങനെ അല്ലേ. ഞങ്ങളത് ഇതികൂടെ കേട്ട് ഇതികൂടെ വീടല്ലേ. അതെ, പക്ഷെ എന്താ വെച്ചാല് ഇന്ന് മുതലേ ഉണ്ടാവും. അതാണ് നമ്മൾ വരുന്ന വാക്ക് അല്ലട്ടോ. ഇന്ന് മുതലേ നമ്മൾ കുറെ അല്ലേ, ഇന്ന് തന്നെ ഇപ്പൊ നമ്മൾ ഇനി ഒരു അടിപൊളി ഒരു പ്ലാനിലായിട്ട് നമ്മൾ പോണത്.
എന്താണ് ഇന്നത്തെ പ്ലാൻ? ഇന്ന് പ്ലാൻ എന്താ വെച്ചാല് വളരെ ആസൂത്രിതമായിട്ട് ഞാൻ ഒരു കാര്യം സെറ്റ് ആക്കിയിട്ടുണ്ട്. എന്താണ്? നമ്മള് തിരക്കൂടല്ല, ബാസലിന്റെ നിങ്ങള് തിരക്കൂടായിരുന്നു വന്ന് നോക്കിയാണ്. പച്ചമുളി കേട്ടിട്ട് തിരക്കൂടെ അപ്പൊ തിരക്കൂടിയല്ല. അപ്പൊ എന്താ വെച്ചാല് നമ്മൾ ഇന്ന് നാടുകണി പോകും. നാടുകളി പോകും. അനക്ക് അവിടുന്ന് ഒരു സ്പെഷ്യൽ സാധനം വാങ്ങി തരും. അവിടെ മഞ്ഞുണ്ടാവോ? മഞ്ഞ് ഇല്ല സ്ഥലം അവിടെ ഏരിയ വേറെ ഉണ്ട്. ചെറുക്കന്മാർ ഇപ്പൊ മഞ്ഞിൽ ആസ്വദിച്ചോണ്ടിരിക്കണം അവിടെ. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടുന്ന മഞ്ഞ് നമുക്ക് പോവാം. നമുക്ക് ഇവിടെ സാധാ മഞ്ഞിക്ക് നമുക്ക് പോവാം. മൂന്നാറിൽ മഞ്ഞ് പെയ്യുണ്ടെന്ന് പറഞ്ഞിട്ട്. മൂന്നാർ ഊട്ടിയിലൊക്കെ ഉണ്ട്. ഉണ്ടോ? നമുക്ക് വരും ദിവസങ്ങളിൽ നമുക്ക് വേണമെങ്കിൽ അതൊക്കെ പ്ലാൻ ആക്കാം. ഞങ്ങൾ കിടിലൻ കുറച്ച് ഞാൻ മഞ്ഞാണാത്ത ആൾക്കാരൊന്നും വിചാരിച്ചു. അങ്ങനെ എത്രമാത്രം മഞ്ഞ് മറ്റേ നമ്മളെ ഇതൊക്കെ ഏത് 6 മാസം പകലും 6 മാസം രാത്രിയില്ലേ, നോർവേ, ഐസ്ലാൻഡ്, അതൊക്കെ അങ്ങനെ പലത് അല്ലേ. നമ്മുടെ ചെക്കന്മാരെ എന്താ വെച്ചാല് ഇന്റെ ഒരു രംഗപ്രവേശനം ഉണ്ടാകുന്നുണ്ട് ജോർജിയയിലേക്ക്. അത് എന്നാ പറയണ്ട. നിങ്ങൾ വിശ്വസിച്ചുണ്ടോ ബാസിൽ ജോർജിയക്ക് വരുന്നുള്ളത്? ഖത്തർ പോയത് കോമഡിയാണ്. വേൾഡ് കപ്പിന്റെ ഞാൻ ഇമ്മാനോടൊന്നും പറഞ്ഞില്ല. പാസ്പോർട്ട് എടുത്തിട്ടും കൂടി ഇല്ലല്ലോ. ഇതിനും വേണ്ടല്ലേ പാസ്പോർട്ട് എടുത്ത് വേൾഡ് കപ്പാണ് പോകാൻ. ഞാൻ പോയി അതും മലപ്പുറത്ത് കൊടുത്താൽ കുറെ വേഗം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കോഴിക്കോട് പോയി കൊടുത്ത് ഒരാഴ്ച കൊണ്ട് ഞാനവിടെ ഉണ്ട്. ഹനാനോട് പറഞ്ഞിട്ട് പാസ്പോർട്ട് കിട്ടിയെന്നെ വിളിക്കും, ടിക്കറ്റ് നമുക്ക് ഇവിടുന്ന് സെറ്റ് ആക്കും, കിട്ടി അപ്പന്നെ വിളിക്കാറ്. ഒരാഴ്ച കൊണ്ട് കിട്ടിയാലേ നടക്കുള്ളൂ എന്ന് പറഞ്ഞു. ഭാഗ്യത്തിന് 4ാമത്തെ ദിവസം എനിക്ക് പാസ്പോർട്ട് കിട്ടി. ഞാൻ വിളിച്ച് ടിക്കറ്റ് റെഡിയാക്കി പോണിന്റെ തലേന്ന് പറഞ്ഞിട്ട് നാളെ അയച്ചു പോയി. ഞാൻ വന്നപ്പോ അസർ വന്ന് ബ്രസീലിന്റെ കളി കഴിഞ്ഞാൽ നെയ്മർ കളിച്ചോന്നില്ല. അസർ പോയി. ഞാൻ അവിടെ എത്തിയപ്പോ അനാനോട് ഉണ്ടായി. ഞങ്ങൾ അങ്ങനെ സെറ്റ് ആയിട്ട് എന്ത് ചെയ്തു, പിന്നെ അവിടുന്ന് കളിയുണ്ട്, പോർച്ചുഗലിന്റെ കളിയുണ്ട്. വാസിൽ പറഞ്ഞത് വെച്ചാല് വാസിലിന് എനിക്ക് ആ ഒരു വിശ്വാസം ഉണ്ട്. കാരണം ഇന്ന് എനിക്ക് എന്തൊക്കെ സ്ഥലങ്ങൾ കാണിച്ചിരുന്നു പറഞ്ഞിട്ട് വാക്കെന്നാണ്. ആ വാക്കും വെറുതെ ഒരു വാക്കായി പോകുമോ എന്നുള്ള കിടില സാധനം ഫുൾ പറഞ്ഞിട്ട് പറയില്ല, പുറത്തോട്ട് സർപ്രൈസ്. അതായത് സ്പോട്ട് കൊറിയോഗ്രാഫി എന്നൊക്കെ പറഞ്ഞാൽ സ്പോട്ടിൽ നമ്മൾ ചെയ്യും. അപ്പൊ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നു കേട്ടോ സുഹൃത്തുക്കളെ. ഇനി ആരും ദയവ് ചെയ്തിട്ടില്ലേ ഞങ്ങൾ ക്രൂശിക്കരുത്. ഞങ്ങൾ തമാശ അങ്ങനെ പലതും പറയും, പലതും ഇതാക്കൊക്കെ ചെയ്യും. നമ്മളെന്താ തമാശ പറഞ്ഞേ? നമ്മളൊന്നും പറഞ്ഞിട്ടില്ല. ഇല്ല, അത് കേക്കണോല് ഇതൊക്കെ എന്താണ് ഭയങ്കര എന്തൊക്കെ എന്നെ ചതിച്ചവനാണ് എന്റെ മനസ്സിൽ സങ്കടപ്പെടും പോയിട്ടില്ല. സ്റ്റോറിയിലാണ് ഇത് ഇവിടെ വരെ എത്തിച്ചത് അല്ലേ? ഇവിടെ ഞാൻ അവിടുന്ന് ഇങ്ങോട്ടും വന്നേണ്ടേ എന്റെ ഓവണ്ണിട്ട് മോനാകെ മാറിപ്പോയി. മങ്ങളെ എന്റെ കൂടെ ഉണ്ടായിരുന്നോ ഇപ്പൊ എല്ലാരും എനിക്ക് എതിരായിട്ടോ. ഇമ്മയും പെണ്ണുങ്ങളും എല്ലാരും എതിര്. നമ്മളൊരു ആയിക്കോട്ടെ. ഇമ്മുനോട് ചോദിക്കുന്നുണ്ട് എവിടെ ചെക്കന്മാരൊക്കെ എവിടെ. കാരണം ഞങ്ങളോട് സ്നേഹമുള്ളൂ. അല്ല ഇമ്മുനെ ഞാൻ അങ്ങനെ ഒറ്റ കിടക്കാൻ കണ്ടിട്ട് എന്തൊക്കെയോ ഇടങ്ങ ഞങ്ങള് വിളിക്കണ്ടെന്നും. പക്ഷെ ഇപ്പം വരണ്ടേ വാട്സപ്പ് ഒന്നും 2 ദിവസം അയച്ച മെസ്സേജ് എടുത്ത് നോക്കിയാ എത്ര അനവധി നിരവധി മെസ്സേജ് എന്റെ ഫോണിൽ എന്റെ വാട്സപ്പ് ഒന്നുണ്ടാകും. അസറോജ് എവിടെ എവിടെയൊക്കെ ചോദിച്ചാണ്ട് അപ്പൊ ഇങ്ങനെ കാര്യങ്ങൾ. അപ്പൊ നമ്മളെ ഇന്നത്തെ വ്ളോഗ് ഇവിടെ ആരംഭിക്കുകയാണ്. നമ്മള് കിടിലും കുറച്ച് സംഭവങ്ങൾ നമ്മൾ എന്ത് കൊടുക്കും ഇന്ന് പ്രേക്ഷകർക്ക് നമ്മൾ കാണിച്ചു കൊടുക്കും. ഇനി ഇത് മാത്രല്ല നമ്മളെ മറ്റേ പ്ലാന് ഇന്ന് എനിക്ക് ആന കാണിച്ചു. നാടണിമ നമ്മളെ സ്ഥിരം വരുന്ന നമ്മളെ കുട്ടിശേഖരനുണ്ട് ആന. നമ്മൾ പേരൊക്കെ എടുക്കണേ. പണ്ട് വേട്ടണം പോയാനുണ്ടോ? അതില്ല, അത് ചത്തുകള്. ആന ചത്തില്ലമ്മ. എല്ലാരും വിചാരം എന്താണോ നമ്മൾ ഈ ആനന്റെ ഇത് പറയുമ്പോൾ കുറച്ചൊക്കെ നമ്മൾ തള്ളിയതാണ്, ശരിയാണ്. പക്ഷെ ആന ഉണ്ട് കേട്ടോ ഇവിടെ. സത്യത്തില് ആന ഉണ്ട്. കഴിഞ്ഞ സീസണിലൊക്കെ എനിക്കൊക്കെ എന്തായാലും രാത്രി പണി പറഞ്ഞു കൊടുത്താണ്. കറക്റ്റ് മറവിൽ എന്ന് പറഞ്ഞാണ് പണി. എനിക്കൊക്കെ എന്തെങ്കിലും പണി ആ സമയത്ത്. എങ്ങനെയാണ് വാസിലാട്ടിയത്? പടക്കണ്ടാവും നമ്മളടുത്ത് ഫുള്ള്. ഈ കുന്നുമ്മലൊക്കെ വരും. ഇവിടുന്ന് അങ്ങോട്ട് ആട്ടിയാൽ ഈ കുന്നുമ്മക്കട് കയറും. എന്നിട്ട് ഞങ്ങളെല്ലാവരും കൂടെ ആട്ടിയിട്ട് എന്താ അവിടെ കല്യാണത്തോടുണ്ട്, കല്യാണത്തോടിന്റെ അപ്പുറത്തേക്ക് ആക്കും. എന്നിട്ട് അവിടെ ഒരു 4 ഗുണ്ടകട്ട് പൊട്ടിച്ച് അപ്പോഴത്തേന് ആന ഉള്ളിലേക്ക് പേടിച്ചു പോകും. എന്താ വെച്ചാൽ നമ്മളിവിടെ ആട്ടലും മുടിച്ചലൊക്കെ ഉണ്ട്. ഇവിടുത്തെ പ്ലാവ്
ഞാൻ ഈ റൂമിലെ കടത്തിറക്കില്ല, എന്നാലും ഞാൻ കേൾക്കലില്ല. എന്താ ആന അത്രയും സൈലന്റ്, അതായത് അഗ്രഗണ്യനാണ്. ഞങ്ങൾ പണ്ട് ഇവിടെ കാട്ടിക്ക് കളിക്കാൻ പോയിട്ട് തെരിസക്ക് അവിടെ കളിക്കുമ്പോൾ വരെ ആന എന്ത് ചെയ്യും, ഞങ്ങൾ ഇന്ന് പോസ്റ്റ് കുച്ചിട്ട് നാളെ രാവിലെ ആ പോസ്റ്റൊക്കെ ആന പറിച്ചുകൊണ്ടിരുന്നു. കവുങ്ങൊക്കെ ആണെങ്കിൽ പിന്നെ നോക്കണ്ട, കോത്തി കീറാടെ ഇട്ടിട്ടുണ്ടാവും. അതായത് നമ്മളിങ്ങനെ ഒരു ആന ലൈഫ് ഉണ്ട് നമുക്ക്, അത് സത്യം പറഞ്ഞവർക്ക് ആർക്കും അറിയില്ല. നമ്മള് ഓല് നമ്മളതിൽ വീരപ്പൻ ലൈഫ് ഉണ്ടായിനി, ഞാൻ ഓല് ഇതിൽ നമ്മളതിൽ ഇങ്ങനെയല്ലേ കണ്ടിട്ടുള്ളൂ. അതൊന്നും ആർക്കും അറിയില്ല, ഇതൊക്കെ പുറം ലോകം അറിയാത്ത സത്യങ്ങള്. അപ്പൊ എന്റെ ഉമ്മാന്റെ അടുത്ത് ഇപ്പൊ ഉമ്മാന്റെ അടുത്ത് തന്നെ അറിയേണ്ടി വന്നു നിങ്ങളൊക്കെ, അല്ല അപ്പൊ ഇതിനൊക്കെ പറയണ്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ആനന്റെ ഫുള്ള് തള്ളൊന്നല്ല. ഇപ്പൊ അടുത്തും കൂടി നിങ്ങൾ കണ്ടില്ല 2 ദിവസം മുമ്പില്ലേ ഇവിടെ ചക്കന്റെ കാലായാലാണ് ആന വരിക, കാരണം ഇത് സ്മെല്ല് കേട്ടല്ലോ. അപ്പൊ ഞങ്ങൾ എന്താ വെച്ചാൽ ഈ ഒരു ഞങ്ങൾ ഈ കുന്നുമല്ലേ ഞങ്ങൾ വീട്ടുകാരെല്ലാവരും എന്ത് ചെയ്തു, സ്മെല്ല് മണത്താല്. അതായത് ആനന്റെ സെൻസ് പറഞ്ഞാൽ അത്ര ഇതാണ്. ഈ തുമ്പിക്കായി കൂടെ അത്രയും ദൂരത്തില്ല സ്മെല്ല് വരെ ആനക്ക് സ്മെല്ല് ചെയ്യും. അപ്പൊ നമ്മളൊക്കെ എടുത്തു പോയാൽ നമ്മൾക്ക് എന്തായാലും മണക്കുണ്ടാവില്ലേ? ആ ആളെ ആനക്ക് എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും ആന്റെ മൈൻഡിലുണ്ടോ എന്ന് പറയണത്. അതാണ് ഈ ആനപ്പകാര്യമാണ് കാര്യല്ലേ അമ്മ? അങ്ങനെ ഉണ്ട്, അങ്ങനെ പറയുന്നേക്കാം. അല്ല അതാണ് പാപ്പാനായിട്ട് ആന അത്ര ഇത്. അതായത് ഓരോ സ്ഥിരം ആ കൈകാര്യം ചെയ്യുന്ന ആളുകളെ മറ്റേ ഒരു നേർച്ചന്റെ വീഡിയോ ഉണ്ടല്ലോ, പുതിയങ്ങാടി നേർച്ച ആന അടഞ്ഞ. അതായത് ഒരു ജീവികളാണ്, ഓല നമ്മൾ ഓവറായിട്ട് ഇറിറ്റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓല് ഇടയും. അതില് ഓല് അതായത് ഓല് ജീവനെ പേടിച്ചിട്ടാണ്. അതെ, അതായത് ഇപ്പൊ ഈ ആന എന്ന് പറഞ്ഞാൽ അസുറോ, ആന എന്ന് പറഞ്ഞാല് ഓലും ജീവനെ പേടിച്ചിട്ടാണ് നമ്മളെ ആക്രമിക്കുന്നത്. അല്ലാതെ ഓല് നമ്മളെ കൊല്ലണം നിർത്തി കൊല്ലണല്ല. ഓൽക്ക് നമ്മൾ ഓല എന്തെങ്കിലും കാട്ടും ഓൽക്ക് പേടിണ്ടാവും, നമ്മൾ ഓല പേടിക്കണമായിരുന്നു തന്നെ. അപ്പൊ അതിലാണ് നമ്മളെ ആക്രമിക്കണത്, നമ്മളെ കൊല്ലണൊക്കെ. അപ്പൊ അതാണ് അതിന്റെ ഒരു സത്യാവസ്ഥ. അപ്പൊ സുഹൃത്തുക്കളെ നമ്മൾ അറസ്റ്റ് ചെയ്താ വന്നുകൊണ്ടിരിക്കുകയാണ്. സുനി ലൈവായിട്ട് നമ്മൾ കാണിച്ചായിരുന്നു. കമോൺ സ്കൈഡ് ലൈവ്. എന്താണ് സിനിമയുടെ പേര്? NCPB-യോ NPCB. അപ്പൊ ലൈവായിട്ട് നമ്മൾ ആരംഭിക്കണം. ബുള്ളറ്റിൽ നമ്മൾ പോണെന്ന്. അപ്പൊ നമ്മള് ബുള്ളറ്റിലാണ് നാടാണ് ചുരം കയറുമ്പോള് ആനണ്ടാവും ഉറപ്പാട്ടോ. പേടില്ലല്ലോ. ചെറുത്തുമ്പോ അസറും സ്കൈ ഡൈവ് ചാടി ഓർമ്മയില് 1-ാം വളം എന്നൊരു ചാട്ടം ഇട്ടു താഴത്തേക്ക് വൈക്കടവ് പോയി കണ്ട് ലാൻഡ് ചെയ്യും ആനമറിയില്. അപ്പൊ നമ്മള് ആരംഭിക്കണം അല്ലേ ഹർഷേ? എന്തൊക്കെയാ നമ്മളെ തുടങ്ങി? ജസ്റ്റ് ഇന്ന് വൻ പരിപാടി ഉണ്ണിമുഖം വരുന്നുണ്ട് ഈ മാസം 15. അപ്പൊ നമുക്ക് ചായ ചായ കുടിക്കാനമ്മ പോണേ. അപ്പൊ ഞങ്ങള് ചായ കുടിക്കണോ? ചായ എടുത്തോ മുന്നേ ചെറിയ കുറച്ച് ചായകളും കടികളും വണ്ടി സ്റ്റാൻഡ് പുറത്തു. അപ്പൊ ഞങ്ങള് ആ ചായ കുടിക്ക് ശേഷം ഞങ്ങൾ ഞങ്ങളെ പരിപാടികൾ ആരംഭിക്കാൻ പോവാണ്. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് ബാക്കി നമ്മൾ കാണിച്ചു തരും. ഓക്കെ, നമ്മൾ വൈക്കടവെത്തി, ചെക്കന്മാര് പള്ളിയിൽ നിന്ന് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ നമ്മളെ പരിപാടി തുടങ്ങാം കേട്ടോ. തുടങ്ങല്ലേ? ട്രിപ്പ് സ്റ്റാർട്ടാൻ പോവാണ്. ഐശ്വര്യായിട്ട് തുടങ്ങണം നമ്മള്. അപ്പൊ നമ്മളിതാ ചെക്ക് പോസ്റ്റ് അടക്കാൻ പോവാണ്. ഇതാ കാണിച്ചു കൊടുക്കേ, നാടാണി ചെക്ക് പോസ്റ്റിന്റെ എൻട്രി ആണിത്. അപ്പൊ സുഹൃത്തുക്കളെ നമ്മള് ചെക്ക് പോസ്റ്റ് കടന്നു. നമ്മളിപ്പോ ചുരം ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അസറുഖാന്റെ കൂടെ സ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മള് നമ്മളെ ട്രിപ്പ് ഇവിടെ ആരംഭിച്ചു അല്ലേ അസറോ? ഹാപ്പി അല്ലേ? ഹാപ്പി ആണോ ചോദിച്ചു കഴിഞ്ഞാൽ ഹാപ്പിയാണ്. എന്താ അതിലൊരു ഒരു ആശങ്ക പോലെ ഹാപ്പിയില്? കാരണം ഒന്നുമില്ല, ഇന്ന് നമ്മൾ തന്നെ ഹാപ്പി ആക്കും എല്ലാം കൊണ്ടും പോരെ. അപ്പൊ ബാക്കി നമുക്ക് നമ്മളെ ഡെസ്റ്റിനേഷനിൽ തിരികെ കാണിച്ചു കൊടുക്കാം പോരെ. ചെന്നിരിക്കും. ഹാപ്പി അല്ലേ ഏട്ടാ? അസർബാക്ക് കേട്ടോ അല്ലേ? മണ്ണാർക്കാട്ടുകാരനാണ്. ഇപ്പൊ നമ്മളെ കൂടെ ഉണ്ട്. അപ്പേ ഇവലൊക്കെ പണിട്ടിട്ട് ഞാൻ ഓലയും കൊണ്ട് നിങ്ങളടുത്ത് വരണ്ട കേട്ടോ. അപ്പൊ എന്താ പറയണ നോക്കാലോ. വീട് എവിടെയാണ് അസർബാക്കാന്റെ വീട്? എവിടെ? താഴത്ത്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ നാടുകാട് എത്താനായി. അപ്പൊ നമ്മളിതാ കമ്പം വാങ്ങാൻ വേണ്ടി നിർത്തിയാട്ടോ. നമ്മളെ കൂട്ടുകാരുണ്ട്, നമ്മളെ ഫ്രണ്ട്ഷിപ്പ്. എന്റെ പേര് അസറു. നിങ്ങൾ അസർ, ഞാൻ അസർ. നിങ്ങളുടെ പേര് ഹർഷി. എന്റെ ബാസിൽ. പറഞ്ഞോളി. അപ്പൊ ബാസിൽ പെണ്ണ് കെട്ടി
പെണ്ണെട്ടി പിന്നെ കൂട്ടാളികൾ ഒഴിവാക്കി ഒഴിവാക്കിയില്ല ഒഴിവാക്കിയില്ല ബാസിൽ പെണ്ണെട്ടുമ്പോഴും പിന്നെ അസറിന് ഒഴിവാക്കും. അല്ല അസറ് പെണ്ണെട്ടുമ്പോ അസറ് പെണ്ണെട്ടുമ്പോഴേ ബാസിലിനെ ഒഴിവാക്കിയിട്ട് പെണ്ണുങ്ങളപ്പോ ഒരു മാസം ചുറ്റി നടക്കും. അന്ന് അസറ് മകാനടുത്തേക്ക് ഞാൻ ഒരു പേര് വരും. നിങ്ങൾ ഇന്നൊന്ന് ശരിക്കും അടിമുടി നോക്കിക്കളി. ഞാൻ അങ്ങനെ മാറുന്ന ആളാണോ? അങ്ങനെ പറയാൻ പറ്റില്ല. ഞാൻ മാറൂല. എനിക്ക് സുഹൃത്തുക്കളും അസർഭാഗ്യൊക്കെ മതി. അങ്ങനെ ഒരു സംഭവം ഉണ്ടാവും. അന്ന് ബാസിൽ പെണ്ണെട്ടും അസറ് പെണ്ണെട്ടും ബാസിലിന്റെ പിന്നെ ഇപ്പൊ ബാസിൽ കാട്ടിയമാർക്ക് പിന്നെ ഞാൻ കാട്ടൂല. അസറ് കാട്ടും. അസറ് കാട്ടുമ്പോ പിന്നെ ബാസിൽ സങ്കടപ്പെടാൻ പാടില്ല. പക്ഷെ ഞാൻ കാട്ടൂല. ഉറപ്പ്. ഏട്ടനറിയാം എന്നെ. എന്നാ അതൊക്കെ വിടി. എന്തൊക്കെ വൈൽഡ് മൃഗങ്ങളെ നമ്മൾ ഇവിടെ കണ്ടിട്ടുണ്ട്. മലമ്പാമ്പ്, ചേര, പിന്നെ ആന, കാട്ടുപോത്ത് എല്ലാം ഉണ്ട്. പുലില്ല. പുലിനെ നിങ്ങൾ കണ്ടിട്ടില്ല? പുലിനെ കാണാൻ കഴിഞ്ഞില്ല. അതെന്ത് വർത്താനം? നമ്മൾ പുലിനെ കാണാൻ പോയാലോ? പുലിനെ മസനക്കുട്ടി റോഡിന് പോണോ? ഉണ്ട്, ഞാൻ കണ്ടിരിക്കണം അവിടെ ഒരു പ്രാവശ്യം. ഊട്ടി പോവോ? ഊട്ടി എത്തൂല, ജസ്റ്റ് കൂടലൂർ വരെ. ഞങ്ങൾ കൊടുക്കാനാ കല്ലട്ടി ബൈക്ക് പോവാ. കല്ലട്ടി ബൈക്ക്. ഏട്ടന്റെ പേരെന്തേനി? ശേഖരേട്ടൻ. ശേഖരണ്ണേ, ഇതെന്താ? ഞാനിട്ടോ തമിഴ് സംസാരിക്കട്ടെ. ഇത് വന്ന് എണ്ണാച്ച് ഷുഗർ പേഷ്യന്റുക്ക് സാപ്പിടാം. ബെസ്റ്റ് ആണ് അല്ലേ? ഷുഗർ പേഷ്യന്റ് ബെസ്റ്റ് ആണ്. ഇതെന്നോ എല്ലാവരും മധുരം ചോദിച്ചു. മധുരം, പുളി, പയ്യന്മാർ തിങ്ങൽ സാധനം. നിങ്ങൾ വന്ന് ചോദിച്ചു ഇത് നല്ല മധുരം വെച്ചു. അപ്പോൾ ഓറഞ്ചിന്റെ മധുരം നിങ്ങൾ വിചാരിച്ചു. ഇതങ്ങനെയല്ല, ഇത് മരുന്നാണ്. ഷുഗർ, BP-ക്ക് ദിവസം 2 ചുള തിന്നോ. കയ്പും മധുരം പുളിയും എല്ലാം ചേർന്ന സാധനം. എന്നാ എനിക്കൊരു ഹാഫ് വെട്ടി തരും. പണ്ടൊരു കാട്ടിലൊരാൺ സിംഹം ജനിച്ചു വാഴ്ന്നിരുന്നു. ജീവികൾക്കെല്ലാം ശല്യമായി എന്നും മേഞ്ഞിരുന്നു. മമ്മൂട്ടിന്റെ പാട്ടാണത്. ആണോ? ആരാള്? മമ്മൂട്ടി. മമ്മൂട്ടിന്റെ മൃഗയാണോ പടം? മൃഗയല്ലേ? ഞാൻ എന്താ പറയാ, ആ പുലി, കാട് അതൊക്കെ വെച്ച് കണക്ട് ചെയ്താണ്. പിന്നെ അതല്ലേ വേറെ ഏറ്റവും നല്ല ഗായകനാണെന്ന് ഒരു പാട്ട് ഇല്ല, ഒരു തമിഴ് പാട്ട്, ഒരു അതായത് ഉച്ചവർക്കും ഉടയവർക്കും നൻപന്മാർക്കും വേണ്ടിട്ട് ഒരു സോങ്, നൻപൻ സോങ്. இரண்டு பொம்மைய சீதால் தான் விளையாட உன் சேர்ந்தொரு பொம்மைய சீதால் தான் விளையாட இது வாய்மொழி இல்லை, இதுவே தாய்மொழி இல்லை. ഇതിനർത്ഥം இது என்ன கேட்டால் ഫ്രണ്ട്ഷിപ്പ് സോങ് ആണ്. தாய்மொழி உங்க மொழி இங்க மொழி ஒன்று. എല്ലാരും ഒന്ന്. തായ്മൊഴി എന്ന് പറഞ്ഞാൽ അമ്മന്റെ ഭാഷ. തായ്മൊഴി എന്ന് പറഞ്ഞാല് നമുക്ക് മലയാളം, തമിഴ്. തായ്മൊഴി എത്ര പൈസ? എടാ ഇതേമാതിരി നമ്മളെ ഏറമാന്റെ മറ്റേ പാട്ടില്ലേ, ഏറമ സാറിന്റെ എന്താ നാളെ ആ പാട്ടില്ലേ, ആ പാട്ട് ഇവിടെ തമിഴ്നാട്ടിലെ പുസ്തകത്തിൽ പഠിക്കാണ്ടോന്നുണ്ട് അല്ലേ? മോട്ടിവേഷൻ സോങ് അത് ഏറമ സാറിന്റെ പാട്ട് അല്ലേ? പിടി വലിക്കണ കുറക്കണം കേട്ടോ. നമ്മളെ ഇതിനൊക്കെ ഭയങ്കര ഡോക്ടർ. സാറേ ഒരു മിനിറ്റ്. പെട്ടെന്ന് ഇവിടുന്ന് കമ്പനി ഏതാണ് അവൻ തരോ? പരമാവധി നല്ലേ ഇനിയിപ്പോ ഒറ്റയടിക്ക് ഫുൾ ഒഴിവാക്കാൻ കഴിയില്ലെങ്കിൽ കുറച്ച് മെല്ലെ മെല്ലെ കുറച്ച് രാത്രി എന്താണ് നിങ്ങൾക്ക് കിട്ടണത്? ഒരാൾക്ക് സ്റ്റൈല്, ഒരുത്തന് സാപ്പാട് സ്റ്റൈല്, ഒരുത്തന് ബെറ്റിലടക്ക സ്റ്റൈല്, ഒരുത്തന് പാൻ പ്ലാക്ക് സ്റ്റൈല്. നിങ്ങൾ ടോട്ടൽ ഒരു സ്റ്റൈല് മനസ്സിലാണ്. നിങ്ങൾക്ക് എന്താണ് സിഗരറ്റ്? സ്റ്റൈലിന് വേണ്ടി വലിക്കരുത്. എന്തരോ ഇതെന്താ പ്രശ്നം അറിയോ? ഇത് നിങ്ങൾ മെല്ലെ മെല്ലെ കുറച്ച് കൊണ്ടുവരാം. അപ്പൊ എന്താ വെച്ചാൽ നമ്മളെ ബോഡിക്ക് ഒന്നാമത് നമുക്ക് ഇത്ര ഏജ് ഒക്കെ ആയതല്ലേ, അപ്പം നമ്മൾ ഇങ്ങനെ വലിച്ചാൽ അസുഖം എന്തെങ്കിലും ഉണ്ടോ? വലിവോ
ഒരു പ്രശ്നമല്ല. ഓക്കെ, ആശുപത്രിയിൽ കടന്നില്ല. അപ്പോൾ സുഹൃത്തുക്കളെ നമ്മളിവിടെ നാടേണി എത്തി. ഇതാണ് നമ്മളെ ചായ സ്പോട്ടുകൾ കേട്ടോ. നാടേണിയിൽ എത്തിയാൽ എല്ലാവരും കയറുന്ന ചായ സ്പോട്ടുകളാണ് ഇതൊക്കെ. ഇവിടെ എവിടെയും കയറാം. അപ്പോൾ അപ്പുറത്തെ കടയിലാണ് നമ്മൾ കയറിയിരിക്കുന്നത്. അവിടെ ഉള്ളിവട കഴിഞ്ഞു. അപ്പം ഞാൻ ഈ കടയിൽ ഒന്നുകൊണ്ട് ഇത് ചെയ്ത് 2 ഉള്ളിവട വാങ്ങി. ചെക്കന്മാരവിടെ ഉണ്ട്. അപ്പോൾ ഓരോടത്തേക്ക് പോവാണ്. പരിപ്പോട, സമൂസ, പഴംപൊരി, പിന്നെ 2 ഉണ്ടകളൊക്കെ ഉണ്ട്. ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഞാനൊരു കാര്യം ചെയ്തു. അപ്പുറത്തെ കട പോയി 2 ഉള്ളിവട വാങ്ങി കൊടുക്കും. കാരണം എനിക്ക് ഉള്ളിവട കിട്ടിയില്ല. ഞങ്ങൾ വന്നപ്പോൾ തന്നെ അതിലുണ്ടായിരുന്നു 2 ഉള്ളിവട ബില്ല് ഉണ്ടാവും കൊടുത്തു. അപ്പോൾ എനിക്ക് എന്ത് ചെയ്തില്ല, ഉഴുന്നുവട ഇഷ്ടം. ഓക്കെ, ഏലക്കായ് പൊടി ഉണ്ട്. അതായത് ഇവിടെ വന്നു കഴിഞ്ഞാൽ സ്ഥിരം എല്ലാ പരിപാടികളാണ് അതൊക്കെ. അതായത് ലേർഷ്യ വെറുതെ കുറച്ച് ചായപ്പൊടി വാങ്ങി പോവാ, അതേമാതിരി ഏലക്കായി, ഇങ്ങനെ കുറെ ജിഞ്ചർ സംഭവങ്ങൾ, ജിഞ്ചർ ടീ ഉണ്ടാക്കുന്ന സാധനം അത്. ഏത് ആ മൂക്ക് കയറണേ കാട്ടുള്ളി ഉണ്ടോ? അത് സാധനം കാട്ടുള്ളി എന്താണ്? എന്താ കാട്ടുള്ളിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യും. കാട്ടുള്ളി എന്താ? അതെ, മറ്റേ ഒരു ഇതുണ്ടല്ലോ, കഷായല്ല, ഒരു മരുന്ന്, വെളുത്തുള്ളിന്റെ ഒരു മരുന്ന്. ഇങ്ങനെ വലിച്ചാ മൂക്ക് കയറണേ. അറിയാത്തവരെ കഴിയുമ്പോഴൊക്കെ ഇങ്ങനെ ആക്കി കൊടുത്തിട്ട് മേലക്കട് വലിച്ചാൽ പിന്നെ കുറച്ച് നേരത്തിന് എന്തൊരു പേര്. ഞങ്ങൾ കോഴിക്കോട് കുറെ തപ്പിയിട്ട് കേസ് കാട്ടുള്ളി തൈലം. കാട്ടുള്ളി തൈലോ? ഞങ്ങൾ കോഴിക്കോട് കുറെ തപ്പി, പക്ഷെ സാധനം കിട്ടില്ല. കാട്ടുള്ളിയാണ്. നമ്മൾ കാട്ടുള്ളി തൈലം വാങ്ങാണ്. ടെസ്റ്റ് അടിച്ചാ അപ്പൊ നമ്മള് ലൈവ് കാണിച്ചിട്ടുണ്ട്. ടെസ്റ്റ് അടിച്ച് കാണിച്ചു. അപ്പൊ തന്നെ വലിക്കണം. ഒറ്റ വലി, മൂക്ക് വലി, വലിച്ച് വലിച്ച് വലിച്ച്. പണ്ടൊക്കെ നമ്മളെ ഇത് ഇവിടുന്ന് വാങ്ങിക്കൊണ്ട് സ്കൂളിൽ കൊണ്ടുപോകും. എന്നിട്ട് എല്ലാ കുട്ടികളെ കൈമിലാക്കി കൊടുത്ത് അതിലൊരു ഇരുത്തണ്ട അവിടെ. തലക്കേറി കയറിയോ? ആവേശകുമാറെ എങ്ങനെ കയറി വലിച്ചിട്ടുണ്ട്. കണ്ണോക്കടെ കണ്ണോക്കടെ കരയാനായി. ഇത് ചെറുപ്പകാല ഓർമ്മകളിലേക്കൊക്കെ പോകും. കാട്ടുള്ളിതായാലും തലവേനൊക്കെ പറഞ്ഞു കൊടുക്കണ്ട. ഇവിടെ മെഡിക്കൽ സ്റ്റോറിൽ മരുന്ന് കൊടുക്കണ്ടേ ഇവിടെ കൊടുക്കണേ. മണത്തേ മൈക്കടക്കട്ടെ. അല്ല മണത്തോക്ക് എഫക്റ്റ് പോയി. ഞാൻ മണക്കുണ്ട്. എഫക്റ്റ് പോയി. ദമ്മിൽ വരി. വേണ്ട വേണ്ട. ഇതാണെങ്കിൽ വലിച്ചത് ഒരു ഉള്ളിന്റെ ഒരു മണല്ലേ? ചീഞ്ഞുള്ളിന്റെ മണം. വെറുതെ ഇത് ഇല്ലേട്ടാ. നമ്മളെ ഫസ്റ്റ് സാധനം എങ്ങനെയുണ്ട്? ഫസ്റ്റ് സ്റ്റോപ്പിൽ നമ്മൾ നിർത്തി കഴിക്കണത് ഒരു വട, ഒരു അട, ഒരു വട, ഒരു അട, പൊറോട്ട, നെയ്ച്ചോറ്, ചപ്പാത്തി, മച്ചാനത് പോരളിയാ. എടവനൊക്കെ ഇപ്പൊ എവിടെ? എനിക്കറിയാം. കൊറേ വിവരമല്ലേ? മൂപ്പരാരെങ്കിലും ഇപ്പൊ എന്തെങ്കിലും വിവരം ഉണ്ടെങ്കിൽ പറഞ്ഞിട്ടോ. പെർഫെക്റ്റ്. ഓക്കെ, എൻജോയ് ടുഡേ സാറ്റർഡേ. ആ ടൈമിൽ മൂപ്പര് തന്നെയാണ് മൊത്തം. ഇതെന്താ പാമ്പ് ഉപ്പിലിട്ടോ? ഇതെന്താണ് തുറന്ന? അപ്പൊ പാമ്പ് ഉപ്പിലിട്ട് ഇട്ടിക്കണേ നമുക്ക്. പണ്ടൊക്കെ സ്കൂളിൽ കുട്ടികളെ പഠിപ്പിച്ചാൽ കൊണ്ടേനി. ഇതൊക്കെ നമ്മൾ അതിന് ഉപയോഗിച്ചിരുന്ന സാധനം. പിന്നെ നമ്മള് 10ാം ക്ലാസ്സിൽ പ്ലസ് 2 ടൂർ പോകുമ്പോ ഇങ്ങനത്തെ 2 കൂളിംഗ് ഗ്ലാസ് വാങ്ങിക്കാണ്ട് എന്തൊരു വാങ്ങണം, മസ്റ്റ് ആണ്. അതെ അതെ. ടൂറ് ഓണായോ ഈ സാധനം വേണം. 2 കൂളിംഗ് ഗ്ലാസ് ഇങ്ങനെ ഇടണം. അതെ. കോസ്റ്റ്യൂമൊക്കെ സെറ്റാക്കി തലേന്നൊക്കെ ഉറങ്ങാതെ അല്ലേ? തലേന്ന് ആ ഒരു ടൂറിനെ പറ്റിയിട്ട് ആലോചിച്ച് ആ ഒരു പൊലിവിന് ഉറക്കം കഷ്ടപ്പെടുത്തി
പക്ഷേ കൂളിംഗ് ഗ്ലാസ് നമ്മൾ എപ്പോഴും വാങ്ങാനെന്ന് വെച്ചാൽ ആ ഒരു സ്പോട്ട് പോലെ നമ്മൾ ടൂറ് ആ സ്പോട്ടിൽ ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എറണാകുളം മറ്റേ ബീച്ചിൻ്റെ അവിടെ ഉണ്ടാവും ഇങ്ങനത്തെ അവിടെ നിർത്തും അവിടെ നിർത്തിയിട്ടൊക്കെ നമ്മൾ ഇങ്ങനത്തെ കൂളിംഗ് ഗ്ലാസുകൾ വാങ്ങാം പക്ഷെ അവിടെ നമ്മൾ പറ്റിക്കപ്പെടും ചെയ്യും. നല്ല വൈൻ ഉണ്ടല്ലോ അത് വാങ്ങാൻ. വൈൻ വാങ്ങാനോ? വൈനൊന്നും വേണ്ടാക്കേ ഞങ്ങൾ അത്രക്കാരനെ അതെ. എന്റെ ഇതിലേക്കത് എനിക്ക് ചിക്കൻ ഇഷ്ടം. ഇത് ഓർഡർ ചെയ്താ കേട്ടോ. ഞാനല്ല കടിച്ചാപ്പറച്ച് വരും സാധനം. ഇവിടുത്തെ എന്ത് ബീഫ് അത് ബീഫൊക്കെ നമ്മളാട്ടുന്നില്ല കേട്ടോ. നമ്മളെ കൂടുതലൊരു പണ്ടില്ല വാസല മൈക്കാൻ പറ്റില്ല. പണ്ടില്ല വാസല നമ്മളിപ്പോ ഫുഡൊക്കെ ഓർഡർ ചെയ്യുമ്പോൾ പണ്ട് ഞാനൊക്കെ സ്കൂളിൽ പഠിച്ച ടൈമിന് നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്യുമ്പോൾ നമുക്ക് ന്യൂസ് പേപ്പറിലെ ഫുഡ് തരാം. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും, ചർമ്മകോളാണെന്നുണ്ടെങ്കിൽ ഞാനും എൻ്റെ ചങ്ങന്മാരും എന്ത് ചെയ്യും, അതിൽ ഏറ്റവും കൂടുതൽ വയസ്സുള്ള ആൾക്കാരായിട്ട് ഞങ്ങൾ മത്സരിക്കും. അത് വേഗം ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പോയിന്റ്. എന്നിട്ട് ഞങ്ങൾ 2 സ്കൂപ്പ് കടല ഗിഫ്റ്റ് ചെയ്തില്ല. അങ്ങനെ അതേമാതിരി ഞാൻ കാട്ടിനെ പണി എപ്പോഴും കാട്ടുന്നുണ്ടാവും. നമ്മള് വണ്ടിയിലൊക്കെ അങ്ങനെ പോരാ. പക്ഷേ അപ്പൊ അങ്ങനെ വരുന്ന വണ്ടികള് ഇതിന്റെ വണ്ടി അല്ലേ, വരുന്ന വണ്ടിയാണ് ഇതിന്റെ വണ്ടി. അതായത് ഇനി അടുത്ത ഒരു വളവൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ വളവ് ഞാൻ അടുത്ത വരാൻ പോണ വണ്ടി ഇതിന്റെ വണ്ടി. പിന്നെ വേറെ ഒന്നുണ്ട്, ഏതെങ്കിലും വണ്ടികൾ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വട്ടൂർച്ചയൊക്കെ നടക്കുന്ന പ്രായത്തിൽ ആ വണ്ടി വരുന്നോട് കൂടിയിട്ട് നെക്സ്റ്റ് ഏതൊരു കമ്പി പോസ്റ്റ് ഉണ്ടെങ്കിൽ ആ വണ്ടി അവിടെ എത്തുന്നതിന് മുന്നേ നമ്മളവിടെ അത് ഭയങ്കര ഈഗോക്ക് കേട്ടോ. ഒന്നാളൊരു ദിവസം ഞാൻ എത്തിയില്ല, ഇവിടെ ഒന്ന് കടന്നിറങ്ങാൻ പറ്റിയില്ല, ആകെ സങ്കടമായിട്ട് പിറ്റേന്ന് ഞാൻ ഈ വണ്ടിനെ ഒട്ടിച്ച്. പിന്നെ നമ്മള് ഓഡിറ്റോറിയത്തിൽ എവിടേക്കൊക്കെ പള്ളിയൊക്കെ പോവാണെന്നുണ്ടെങ്കിൽ ടൈൽസ് ഉണ്ടല്ലോ, ടൈൽസിന്റെ പേരമ്പ കാല് തട്ടാതെ അതൊക്കെ ഒരു കാലം. ഇപ്പോഴാണ് നെഞ്ചിന്, കാരണം അർസിന്റെ പ്രായം അതാണ്. നേല് ചവിട്ടി കിടക്കുക, നേല് ചവിട്ടാതെ കിടക്കുക. നേല് വേറെ മന്തൊക്കെ തീമ കൈ ഇങ്ങനെ ഇടുക കണ്ടോപ്പോ. വേറെ ചെന്നി സ്വഭാവം ഉണ്ട് എനിക്ക്. പിന്നില്ലേ, പിന്നെ കൈയിന്റെ ഉള്ളിൽ കൂടെ അങ്ങനെ ഇട്ട് പിന്നെ ഇങ്ങനെ സ്കൂളിലല്ലോ അതിനെ 6ാം ക്ലാസ്സിലൊക്കെ പിന്നെ ഇതിന്റെ ഉള്ളിൽ കൂടെ തൊഴിന്റെ ഉള്ളിൽ കൂടെ ഇട്ടാണ് പുറത്ത് കിടക്കും. ഇങ്ങനെ വരെ പിന്നെ എന്റെ കൈമാ പുറത്ത് ഇങ്ങനെ വേണം. സത്യമാരെ ടോപ്പാണ് ഞാൻ. ഏട്ടാ ഇവനിങ്ങനെ, ഇവന്റെ ചിരി ഇങ്ങനെ. ഏട്ടെങ്ങനെ നോക്കിയ ചിരി. എന്റെ ചിരി എങ്ങനെയാണ് ഈ ഒരു അൺകൺട്രോളബിൾ ചിരിയായി മാറിയത്? അങ്ങനൊന്നുമില്ല, എന്റെ ചിരി ഇങ്ങനെയാണ്. എനിക്ക് ചിരിയാന്ന് എങ്ങനെ ചിരിക്കണം? അല്ല, ചെറുപ്പം മുതലേ അങ്ങനെ ചിരിക്കല് അൺസ്റ്റോപ്പബിൾ ചിരി. അതിനെ അറിയുന്നവർക്ക് അറിയാം ഞാൻ ചെറുപ്പം മുതലേ അങ്ങനെ ചിരിക്കല്. അങ്ങനെ പറഞ്ഞത് എല്ലാവർക്കും അറിയില്ല. നാളെ ഒരു വീഡിയോ എന്താണ് ഗിഫ്റ്റ് ഷെയിമില്ലേ, ഷെയിം എന്റെ തോൽക്കാലം ഓ എന്റെ ചിരി ചെറുപ്പത്തിലുണ്ടോ അന്ന് ഞങ്ങള് +1 ഒക്കെയാണ്. അന്ന് നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ തോന്നുന്നല്ലോ. ഓൻ എന്ത് ചെയ്യും, ഇത് റെക്കോർഡ് ചെയ്യും. ഞാൻ ചിരിക്കുമ്പോ എന്നിട്ട് ഓന്റെ റിംഗ് ടൂൺ ആക്കി വെക്കും, അലാറൊക്കെ ആക്കി വെക്കും. ഷെയിമ് ഓന് വീഡിയോ കാണണമെങ്കിൽ മിക്കവാറും കമന്റ് ചെയ്യട്ടോ. ഓൻ അങ്ങനെയൊക്കെ ഒരു പണിയിനി. എന്നിട്ട് അതിങ്ങനെ എനിക്ക് ഇപ്പോഴും ഓൻ അയച്ചു, ഓൻ്റെ അടുത്ത് ഇപ്പോഴും ഉണ്ടോ എന്നുണ്ടത്. അപ്പൊ എനിക്കറിയാം എന്താ പ്രശ്നം അറിയോ, ചിരി വന്നത് ചിരിച്ചടി തീരണം. കരച്ചിലെന്നാലോ, കരച്ചിൽ വന്നാല് അങ്ങനെയൊന്നും കരച്ചിൽ വരലില്ല, വന്നാൽ കരഞ്ഞു തീരണോ, അങ്ങനെയുണ്ട്. കരഞ്ഞത് അങ്ങനെ കരഞ്ഞതിന്റെ ഓർമ്മയിലില്ല. ചുരം കയറിയപ്പോ നെക്സ്റ്റ് വിളിച്ചപ്പോ ആടാ അതൊക്കെ പറയും. അങ്ങനെ കരഞ്ഞതിന്റെ ഓർമ്മയിൽ ഇപ്പല്ല കേട്ടോ. ലാസ്റ്റ് ഞാൻ അങ്ങനെ കരഞ്ഞതായിട്ടിന്റെ ഓർമ്മയില് കണ്ണിന്ന് വെള്ളം വരണ്ട് പല സമയത്തും പല സീനും. അല്ലെങ്കിൽ ചില ആൾക്കാരെ കാണുമ്പോഴൊക്കെ നമുക്ക് അങ്ങനെ ഒരു ഇടങ്ങേറെ ഇങ്ങനെ നമ്മളെ കണ്ണിങ്ങനെ നിറയൂല. അങ്ങനെ ഇപ്പൊ ലാസ്റ്റ് നമ്മളെ കണ്ണിന് വെള്ളം നിറഞ്ഞു. ഓളെ വാപ്പ കോളങ്ങനെ തന്നപ്പോ എന്നോട് എന്താ പറയുക, ഞാൻ കണ്ടത് എന്റെ ചങ്കാണ്, ഞങ്ങളെ ചങ്കാണ് ഈ തരുന്നത് പറഞ്ഞാണ്ട് എന്റെ കൈക്ക് തന്നപ്പം അത് അപ്പൊ ഞാൻ ആ ഒരു വാപ്പാന്റെ ആ ഒരു മാനസികാവസ്ഥയോട് ആലോചിച്ചു. അപ്പൊ അറിയാതെ കണ്ണൊന്ന് പറഞ്ഞു, കാരണം ഓരോ അത്ര രീതിയിൽ നമുക്ക് തരികയാണല്ലോ.
പിന്നെ നമ്മളെ ഇവിടെയൊക്കെ പോയ സമയത്തൊക്കെ നമ്മളെ വയനാടൊക്കെ ഓരോതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഓരോന്ന് പറയുമ്പോൾ നമുക്ക് ഇടങ്ങാറാണല്ലോ. നമ്മളവിടെ പൊട്ടി കരയൊന്നുമില്ല, പക്ഷെ നമ്മളെ ഉള്ളൊന്ന് വിങ്ങുമല്ലോ കൂടെ സ്പെൻഡ് ചെയ്തിട്ട്. പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാലാകാലം നമ്മുടെ സുഹൃത്തുക്കളൊപ്പം ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ നിൽക്കരുത്. ചില സുഹൃത്തുക്കളൊക്കെ മാറും, പക്ഷേ ബാസിൽ മാറിയിട്ടില്ല. ബാസിലിൻ്റെ കൂടെ തന്നെ ഉണ്ട്, അത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ബാസിൽ നിന്ന് എനിക്ക് വേണ്ടിയിട്ട് ഓൻ്റെ ഫുൾ ഡേ ഹാഫ് ഡേ എനിക്ക് വേണ്ടിയിട്ട് ചിലവഴിക്കാനും വേണ്ടിയിട്ട് ഞങ്ങൾ ഗൂഡല്ലൂരെത്തി ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു, ചായ കുടിച്ചു. പിന്നെ എന്താണ് ഞങ്ങൾ കുറേ വലിയ വലിയ റൈഡുകളൊക്കെ ചെയ്തു, കുറേ കഥകൾ പറഞ്ഞു. ഞങ്ങൾ ആനനെ മാത്രം കണ്ടിട്ടില്ല, പക്ഷേ ഇനി തിരിച്ചു പോകുമ്പോൾ കാണുമില്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കിട്ടാൻ ഉണ്ടാവില്ല. അപ്പോൾ ഇന്ന് നമുക്ക് ഈ ഒരു വേളയിൽ ഈ ഒരു ഗൂഡല്ലൂർ ട്രിപ്പ് അറേഞ്ച് ചെയ്ത അർഷിനോടും ബാസിലിനോടും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. അതുകൂടാണ്ട് ഇനിയും ഇങ്ങനത്തെ നല്ല നല്ല ട്രിപ്പുകൾ പ്ലാൻ ചെയ്യാനും അത് പ്രാവർത്തികമാക്കാനും കൂടെ ഉണ്ടാവണേ എന്ന് ഞാൻ ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ വ്ളോഗ് അവസാനിപ്പിക്കാനും വേണ്ടിയിട്ട് ബാസിലിൻ്റെ കയ്യിലേക്ക് ഈ ഒരു മൈക്ക് ഹാൻഡ് ഓവർ ചെയ്യുകയാണ് സൈസ്. അപ്പോൾ അർഷി, എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ട്രിപ്പ്? അടിപൊളിയായിരുന്നു ഗൈസ്. അടിപൊളി അല്ല ഞാൻ പറയട്ടെ, ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന ആൾക്കാരുടെ ഞങ്ങൾക്ക് ട്രിപ്പായിട്ട് തോന്നിയില്ല. അപ്പം ഞാനോ ഇജ്ജ് ഇങ്ങോട്ട് വരല്ലോ, ഞങ്ങൾ കംപ്ലീറ്റ് പുറമക്കാരനാക്കുന്നുണ്ട്. അതിന് എനിക്ക് കഴിഞ്ഞൊരു കാലം ഉണ്ടായിരുന്നു. നീ ഒന്ന് കാണാത്ത ഗൂഡല്ലൂർക്ക് വന്നിട്ട് എത്രേ? ഗൂഡല്ലൂർക്ക് ഞാൻ വന്നിട്ട് 4 ദിവസം മുന്നേ വന്നിങ്ങണേ. ഇവിടെ അങ്ങനെയാണ് ഗൈസ്. ഇവിടെ ആര് വന്നാലും നമ്മള് അനങ്ങിയ വരെ ഗൂഡല്ലൂർക്ക. ഇവിടെ വരുമ്പോ എന്താ വെച്ചാല് നല്ല തണുപ്പ് ക്ലൈമറ്റ് ഒക്കെ ആകുമ്പോ നമ്മള് ആ ഒരു ഇതിൽ ഇങ്ങനെ അതെ. അപ്പോ പക്ഷെ ഞാൻ കണ്ടിന്യൂസ് വർക്കാണെന്നുണ്ടെങ്കിലും ഞാൻ വല്ലപ്പോൾ ഉണ്ടാവലുണ്ട്. ബാസിൽ കണ്ടിന്യൂസ് വർക്കാണെങ്കിലും ഞങ്ങളുടെ കൂടെ ഉണ്ടാവില്ല. ഞാൻ വർക്കിലാകുമ്പോ വർക്ക് കഴിഞ്ഞ് വന്നിട്ട് പിന്നെ വല്ലപ്പോൾ ഉണ്ടാവില്ല. അല്ല ഞാൻ പറയട്ടെ, എന്നിട്ട് ഞാൻ കഴിഞ്ഞിട്ട് രാവിലെ ഞാൻ വർക്കിന് നോക്കുന്നുണ്ട്. ഞാൻ കാലകാലം ബാസിൽ നമുക്ക് കിട്ടുമോ? ഇല്ല. അപ്പൊ നമ്മൾ അതിനനുസരിച്ച് നിൽക്കണം. ഇപ്പൊ നമുക്ക് ബാസിലെ കിട്ടിയത് നമ്മൾ പൂർണ്ണമായി എൻജോയ് ചെയ്യണം. അതെ, ബാസിലെ വിളിച്ചാക്കി കൊടുന്നപ്പോ ഓളെ മുഖത്ത് ഇതുണ്ട്, ഓളെ മുഖത്ത് സങ്കടം. അതായത് എന്താ പറയാ, നമ്മളെ ഗൾഫൊക്കെ പോലെ ബാസിലെ ഗൾഫൊക്കെ പോണ വരിക. ഉള്ളിലൊക്കെ അരിഞ്ഞു കഴിഞ്ഞാൽ കണ്ണൊന്നും വെള്ളം വരില്ല, ഒരു ലൈറ്റ് വെള്ളം. അതൊന്നും ഞാൻ യശ്വന്റെ കണ്ണിൽ ഒരു എടറിയ കണ്ണുകളാൽ ഞാനത് കണ്ടു. ഞങ്ങൾ ചായ കുടിച്ച പോലൊക്കെ പോയിട്ട് ഇങ്ങനെ. കാരണം ബാസിൽ ഓള് സംസാരിക്കുന്നത് കണ്ണുകൊണ്ടാണ്, അത് ഞാൻ മനസ്സിലാക്കി. ബാസിൽ കാറ് കയറിന്റെ ഇങ്ങനെ, അപ്പൊ ഓളിങ്ങനെ അല്ലേ, കണ്ണുകൊണ്ടാണ് ഇവരുടെ സംസാരങ്ങളൊക്കെ. കാരണം ഞങ്ങളെ മുന്നിൽ ബാസിൽ സിഗ്മ കളിക്കണം, എന്നാ കോൾ ചെയ്യുമ്പോ ബാസിൽ സിഗ്മ അല്ലേനും. ഞങ്ങളവിടുന്ന് ആകെ കൂടുതൽ ഇങ്ങോട്ട് ഒരു 1 hour റണ്ണിങ് ഉള്ളു. അതിന്റെ ഇടയിൽ 6 തവണ വിളിച്ച് എവിടെ എത്തി, ഇക്ക സേഫ് അല്ല, ഇക്ക ഫുഡ് കഴിച്ചോ, ഇക്ക ഊട്ടി വറക്കി കഴിച്ചോ, ഇക്ക ചിപ്സ് കഴിച്ചോ, ഇക്ക ചായപ്പൊടി കൂട്ടിയോ, ഇക്ക ബാസില് ഫുഡ് കഴിക്കുമ്പോ അതിന്റെ ഫോട്ടോ സ്നാപ്പ് അയച്ചെടുക്കും. ആയി. അപ്പൊ അല്ലേ, അങ്ങനെ കുറെ കാലത്തിന് ശേഷം ബാസിലിന് കിട്ടിയപ്പോ സന്തോഷം എന്താ? ബാസിലും കിട്ടാ, ബാസിലും കിട്ടാ. അതെ, വാ വാ. ഇനി താങ്കൾക്ക് എന്താണ് ഇന്നത്തെ ഈ ഒരു ദിവസത്തെ പറ്റി പറയാനുള്ളത്? എന്തൊരു വണ്ടർഫുൾ ഡേ. വേറെ ഒന്നും എനിക്ക് അതിനെ കുറിച്ച് പറയാനില്ല. ഞാൻ ചുരുക്കി പറഞ്ഞു ഒറ്റ വേർഡില്. ഓക്കെ, വളരെ ഹാപ്പിയാണ്. ഇനി ചുരുക്കാതെന്ന് പറഞ്ഞ, അതായത് അനക്ക് ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ? ഇല്ല, പ്രശ്നം ഇല്ല, ഇല്ല, ഒരു പ്രശ്നമില്ല. പക്ഷെ കമന്റ് ബോക്സിൽ പലരും വന്നിട്ട് അസുറൊക്കെ തെറ്റി, അത് ചിലപ്പോ പറയാൻ പറ്റില്ല, അസുറൊക്കെ പോയി, ഞാൻ ചിലപ്പോ തെറ്റും. ഈ സ്വഭാവം ഇന്നോട് കാട്ടി ഞാൻ തെറ്റും, അല്ല തെറ്റണ്ടേ? അത്രേ ഉള്ളൂ. അപ്പൊ സമ്മതിച്ച് ഈ സ്വഭാവം എന്നോട് കാട്ടിക്കണെന്നുള്ളത് ഇല്ലട്ടോ, എനിക്ക് മനസ്സിലായില്ലേ? അല്ല, ഞാൻ പറയട്ടെ, ഞാൻ എൻ്റെ ഉറ്റ സുഹൃത്തായ ബാസിലിന്റെ കല്യാണത്തിന് അവിടുന്ന് ടിക്കറ്റ് എടുത്ത് വരണമെങ്കിൽ തന്നെ നിങ്ങൾക്ക് ആലോചിക്കാം. ഇങ്ങനെ ഒരു മറ്റേ പെണ്ണ് വന്നതിൻ്റെ ശേഷം പിറ്റേന്ന് ഓൻ്റെതായിട്ടുള്ള തിരക്കുകളിൽ പോകുമ്പോൾ ഞാൻ തെറ്റിപ്പോണ ഒരാളാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്താ ചോദിച്ചാൽ തന്നെ എന്നാ പോരെ, ടിക്കറ്റ് എടുത്ത് തരേണ്ട ആവശ്യമില്ലല്ലോ. എനിക്ക് വിർച്വലി വീഡിയോ കോൾ കൂടെ കല്യാണം കണ്ടാ പോരെ. അപ്പൊ നിങ്ങള് കുറെ ആൾക്കാർ എന്ത് ചെയ്തു, അത് നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. നമ്മളെ ആദ്യം മുതലേ അറിയുന്ന ആൾക്കാർക്ക് അറിയാം നമ്മളിത് തമാശയാണ്. പുതിയ ആൾക്കാർ സീരിയസ് ആയിട്ടൊക്കെ നിങ്ങളെന്ത് പണി എല്ലാവരും ചിലപ്പോ നമ്മളെ ഫോളോയിങ് ലിസ്റ്റിലൊക്കെ പോയി നോക്കണ്ടാവും, ഇവര് തമ്മിൽ അൺഫോളോ ചെയ്തോ, ഒരു ബ്ലോക്ക് ആക്കിയോ, അതൊരു വിവാദാക്കാന്. അപ്പൊ സുഹൃത്തുക്കളെ, അങ്ങനെ ഒന്നുമില്ല. എനിക്ക് ബാസിലും അനക്ക് ഇജ്ജും എനിക്ക് ഞാനും, അതാണ്. അപ്പൊ ഞാന് അതിപ്പോ ഇനിയിപ്പോ പെരി പോയി കഴിഞ്ഞാൽ ബാസിന്റെ ഒരു വിവരം ഉണ്ടാവില്ല. അത് വേറെ അപ്പൊ ബാസിലെ, അപ്പൊ ഇനി താങ്കൾക്ക് മൈക്ക് ഹാൻഡ് ഓവർ ചെയ്യാണ് ഞാൻ, താങ്കൾക്ക് വിട്ടു തന്നു.
അപ്പം നമ്മൾ വളരെ നല്ലൊരു ദിവസം നമ്മൾ എൻജോയ് ചെയ്ത് അല്ലേ ഇനി നമ്മൾ നാട് കാണി ചുരം പോയി നമ്മൾ നമ്മുടെ നാട്ടിലേക്ക് ഇറങ്ങാൻ പോവാണ് നമുക്കൊരു ആനനെ കൂടി കിട്ടി നമ്മൾ ഹാപ്പിയാണ് അത് ശരിയാ അല്ലേ ഒരു ആനനെ കിട്ടുക നമ്മൾ 100% ഒരു 2-3 ആനനെ എൻ്റെ മനസ്സിൽ ഞാൻ കാണുന്നുണ്ട് ഉണ്ടോ ഒരാനനെ കണ്ടാൽ മതി 2-3 കാണും മനസ്സ് പറയുന്നുണ്ട് നമുക്ക് നോക്കാം ഭാഗ്യം കിട്ടില്ലെങ്കിൽ നമുക്ക് വേറെ യൂസ് ആക്കേണ്ടി വരും ഓക്കെ ഇടക്കിടക്ക് വന്ന് പോലുണ്ട് പിന്നെ ഓരോരുത്തർക്ക് ഓരോ തോന്നലാണ് അതിനനുസരിച്ചാണ് റോട്ടുമ്പോൾ ഇറങ്ങാറ് അല്ലെങ്കിൽ അവിടെ മുളക് പൊട്ടിച്ച് ഇങ്ങനെ പിന്നെ ഉറങ്ങാനൊക്കെ എത്തി ഞാൻ അസ്റുവിന്റെ ഉമ്മാനെ വിളിച്ചു ഉമ്മ അസ്സലാമലൈക്കും ഇമ്പല് ഊട്ടിക്ക് പോവാ അങ്ങോട്ട് പോവാന്നൊക്കെ പറയണ്ട് ഉറങ്ങാൻ പോവാറുണ്ട് വീട്ടിലില്ല നിങ്ങളൊന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്താണി അപ്പൊ ഓനിന്ന് പെരീക്കെന്നപ്പോ നിങ്ങള് കണ്ടില്ലേ പെരീക്കെന്നാണ് ഇന്ന് എല്ലാത്തിനും റേറ്റ് കാണാറുണ്ടാ ഞങ്ങളിപ്പോ വന്നത് അല്ല ഞങ്ങളോട് പറഞ്ഞു വണ്ടിയിലിരുന്ന് ഉറങ്ങിക്കോ കേൾക്കണില്ല എനിക്ക് ആളെ സ്കൂളിൽ പോകണേ ഇവർക്ക് പകല് കിടന്നുറങ്ങാൻ പറ്റിയേ അതിനോട് പറഞ്ഞിട്ട് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്താലേ അപ്പൊ ഈ നേരത്തെ എന്താ ഊട്ടിയില് രാത്രി ഇവർക്ക് ഒരു പിരാന്ത് സൂയിസൈഡ് പോയി എന്റെ കുത്തിർക്കാൻ പോകണല്ലോ ഈ നേരത്തെ മഞ്ഞ നിങ്ങൾ ഈ നേരത്തൊന്നും പോകണ്ടടാ ഈ നേരത്ത് ഭയങ്കര രസമാണ് മഞ്ഞ് ഈ നേരത്തില് കാണാൻ പറ്റുക വെയിലത്ത് പോയിട്ട് എന്താ കാര്യം ഊട്ടിയില് മഞ്ഞ മഞ്ഞാണ്ടായിട്ട് ഉത്തിരിക്കണം ഞമ്മക്ക് അല്ലെങ്കിൽ എന്ത് മഞ്ഞൊക്കെ കണ്ട് മടുത്തിക്കണേ എന്നിട്ടിപ്പോ എവിടെയാണ് ഇവലെ പ്രശ്നം തരുമ്പ ഇന്റെ അന്നത്തെ ഉറക്കട് സ്വീപ്പാക്കണം അതാണ് ഇപ്പൊ ആവശ്യം ആ ഉറക്കം ഉൾപ്പാക്കിയുള്ള ഇത് നമ്മക്ക് അറിയൂടാ അതിന്റെ ഉറക്കിന്റെ നിങ്ങളിപ്പോ എല്ലാം ഉറക്ക ടീം അതാണ് പറഞ്ഞു കൊടുക്കുമ്പോ ഞങ്ങൾ ടൈമിങ് തല്ലേ ഞങ്ങളെ ടൈമിങ് തല്ലേ ഉറക്കത്തിന്റെ ടൈം ആയിട്ടില്ലേ ഓര് കുറച്ച് യൂറോപ്യൻകാർ വന്നിക്കണേ പിന്നെ 9 കഴിക്കുന്ന 9 10 അടിയിൽ ഉറങ്ങണം മനുഷ്യന്മാര് രാവിലെ 4 ഇരിക്കണം ഞാൻ നിച്ചലുണ്ടല്ലോ പിന്നെ നാളെ വെള്ളിയാഴ്ചയാണ് കേട്ടോ അത് മറക്കണ്ട ഇതില് പോവുകയാണെങ്കിൽ ഞങ്ങള് വെള്ളിയാഴ്ച ഇവിടെ മറന്നിക്കണേന് അതിനാണ് പറഞ്ഞു കൊടുക്കും വെള്ളിയാഴ്ചയാണ് പള്ളിക്ക് പോകാൻ കഴിഞ്ഞ ആഴ്ച തന്നെ വെള്ളിയാഴ്ച പള്ളിക്ക് മുടത്തിയില്ല പള്ളിക്ക് അവിടെ എത്തിയില്ല ഞങ്ങള് അകമ്പാടത്ത് കൂടിയില്ലേ ആ അതന്നെ നാട്ടിലത്തെ പള്ളി കൂടണമെന്ന് അല്ലേ അമ്മ നാട്ടിലുണ്ടാവും പള്ളി കൂടണം നാളത്തെ പള്ളി എന്നാലും നാട്ടിലത്തെ പള്ളി നാട്ടിലെ ആ ഇവിടെ ഈ മാലിലോനോട് ഞാൻ എപ്പോഴും പറഞ്ഞു വല്ല കല്യാണം അന്വേഷിച്ചു പിന്നെന്നുണ്ടെങ്കിൽ ഈ പള്ളിക്കര കയറാൻ ശരിയാണ് മാലിലേക്ക് കല്യാണം ഒന്നും ശരിയാവില്ല അവനവന്റെ മാലിൽ കൂടണം അല്ല ഞാൻ പറയട്ടെ അല്ല കല്യാണ അന്വേഷണത്തിന് വേണ്ടിട്ട് മാത്രം മാലിൽ പോയി നിസ്കരിക്കേണ്ട ആവശ്യം എന്തിനാ അല്ല അങ്ങനല്ല ഞമ്മക്ക് ഞാനിപ്പോ പറയട്ടെ ഞാന് ഇന്റെ ഓരോ പണിക്കും വേണ്ടിട്ട് ഞാൻ ഓരോ സ്ഥലത്തേക്ക് കയറാം അല്ല ശരിയാണ് അതിപ്പോ ഞാനിപ്പോ കോഴിക്കോട് പോകണമെങ്കിൽ മാലിലേക്ക് വരണം പ്രശ്നം എന്താ അതല്ല പ്രശ്നം അതല്ല അതല്ല എന്താ പ്രശ്നം അറിയോ നമ്മള് മാറ്റുന്നത് ഇതെന്താ പ്രശ്നം അറിയുമ്പോ ഒരുവിധ ആൾക്കാരൊക്കെ നമ്മളെ നാട്ടില് പോകാൻ അങ്ങനെ ആൾക്കാർ കാണുന്നുണ്ട് അപ്പൊ ഇവിടെ ആ ടൈമിൽ അവിടെ കാണുന്നില്ല എന്ന് കരുതുമ്പോ അതായത് നാട്ടിലുണ്ടാവുമ്പോ നടക്കൊന്ന് പോയി കണ്ട് അവിടെ അവനെ മലയിൽ തലാടണം മറ്റ് അവിടെ മൂലേരടുത്തേക്ക് ആ മറ്റെന്താ വെച്ചാല് നമ്മള് കണ്ടിട്ടുണ്ട് എല്ലാരും ആ നിന്നോട് വെച്ചാൽ തന്നെ ഞാൻ അവനെ കുറിച്ച് മോശം അഭിപ്രായം പറഞ്ഞു കൊടുക്കും പിന്നെ ഇപ്പൊ ബാക്കിയുള്ള അന്വേഷണം ഇന്റെ അടുത്തേക്ക് വന്നാൽ തന്നെ ഞാൻ എന്തൊക്കെ പറയും ബാക്കിയുള്ള പറയണമ്പോ ആ നമ്മളെന്നെ എങ്ങനെ പറയും അപ്പൊ പിന്നെ ബാക്കിയുള്ളത് പറയണോ കാരണം കിട്ടാൻ കാത്തിക്കുന്ന ആൾക്കാരാണ് ആന്ന് അതന്നെയാണ് നമ്മളിന്ന് എവിടെ നിസ്കരിച്ചത് മഗ്‌രിബ് ഞങ്ങള് വൈക്കട നിന്ന് മഗ്‌രിബ് നിസ്കരിച്ചിട്ടാ പോകുന്നുണ്ട് അപ്പൊ നമ്മള് അങ്ങനെ ഓരോ സ്ഥലത്താകുമ്പോ ഓരോ പള്ളിക്കാണ് നിസ്കരിക്കുക അതിനിപ്പോ വൈക്കട നിന്ന് മയിലടിക്കാൻ പോകാൻ പറ്റുമോ എനിക്ക് എന്റെ ഒപ്പം പോരുമ്പോ സമാധാനമുള്ള എന്താ പറയുക കയറുമ്പോ പള്ളിക്ക് കയറുമ്പോ സമാധാനം ആകെ ഉള്ളു അത് ഞങ്ങൾ നിസ്കരിച്ചിട്ടാ പോന്നിക്കണമ്മ ആ നിസ്കരിച്ചണേ നിസ്കാരം രാവിലെ നേരത്തെ എവിടെയാണ് നിസ്കരിക്കണം അതുകൊണ്ട് പറയുന്നത് തീരെ പോകുന്നതിന് കുഴപ്പമില്ല നിസ്കരിക്കുന്ന സമയത്ത് നമ്മളാ നിസ്കാരത്തെ കളയും ഇങ്ങനെ തന്നെ മുന്നോട്ട് പറയല് തീരെ പോണിന് കുഴപ്പമില്ല നമ്മള് നിസ്കരിക്കലുണ്ടല്ലോ പക്ഷെ മഹല്ലിക്ക് വരിക പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ഓരോ സ്ഥലത്ത് ഓരോ പണിയായിട്ട് നമ്മള്
എപ്പോഴും വരണ്ട. അവനാ നമ്മളിവിടെ ഉള്ള സമയത്ത് നമ്മൾ എപ്പോഴെങ്കിലും നമ്മളെ പഠിക്കണമെന്ന് കയറി നമ്മള് ഞാൻ കേറിക്കണല്ലോ കഴിഞ്ഞ മുന്നത്തെ വെള്ളിയാഴ്ച നമ്മളെ വിളിക്കലല്ലേ വെള്ളിയാഴ്ച അല്ലാത്ത ആ ഞാൻ കോഴിക്കോട് ഇന്നാണ് നാട്ടിൽ എത്തിയത്. ഇനിയിപ്പോ നാളെ ഞാൻ പള്ളിക്ക് പോകും. നമ്മള് എന്തെങ്കിലും ആണെങ്കിലും അന്വേഷിക്കാൻ തരും. അതിന് നമ്മളാണെങ്കിലും പള്ളിക്കലാണ് ആദ്യം നമ്മളെ പോയൊക്കെ ചെറുക്കന്മാർ. ഓക്കെ എന്നാ ഞാൻ കാണിച്ചുതരാം. അപ്പൊ നാട്ടിക്ക് പോകാന്ന് ഉറപ്പിച്ചില്ലേ? നാട്ടിക്ക് പോയല്ലോ എന്നാ ഇനിയിപ്പോ വേറെ ഓപ്ഷനല്ലോ. അപ്പം സെറ്റ്, ഞങ്ങള് നാട്ടിക്ക് പോരാണ്. മനസ്സ് മാറി. ഞാനതാണ് നിങ്ങളെ തന്നെ വിളിച്ചത്. ഞങ്ങള് തിരിച്ചു, വണ്ടി സ്റ്റാറിന് തിരിച്ചു. ഇപ്പൊ നമ്മള് ഗൂഡല്ലൂരിന്ന് നമ്മളെ നാട്ടിക്ക് തിരിച്ചാണ്. ആയിക്കോട്ടമ്മ, താങ്ക് യു. ആയിക്കോട്ടമ്മ, താങ്ക് യു. അസ്സലാമു അലൈക്കും. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മളെ ഇന്നത്തെ പരിപാടി ഇതെന്താണ് കൂട്ടുകാർക്ക് ഫാക്ടറിയാണ്. എന്നാല് ഒരു കിലോന്റെ ആട്ട്. ഇതായിരിക്കാം സറോ വീട്ടുക ഇമ്മാനെ സോപ്പിടാനേ. ഇമ്മാനത് പള്ളർച്ച് ചീത്തട്ടിയാണ്. ഇമ്മാനെ സോപ്പ് ഇടണല്ലോ. ഇപ്പം എന്തെങ്കിലും കട്ടിയാണ് ഊട്ടി വർക്കി. അതിൽ ഊട്ടി വർക്കിയാണ് നമ്മള് സോപ്പിട സെലക്ട് ചെയ്തിക്കണേ. 1/2 കിലോ പോരാ? 1/2 കിലോ മതില്ലേ? അല്ല 1/2 കിലോ പോരാ, 1 കിലോ വേണം. 1 കിലോ വേണം. ചൂടുണ്ടോ? നല്ല ചൂടുണ്ട്. അത് ഒരാടെ ഇപ്പം ഉണ്ടാക്കണേ. അതിന്റെ മെഷീനാണതേ. ഉണ്ടോ മെഷീൻ? ആ ടെസ്റ്റ് ചെയ്യാൻ തരും. എടാ കുത്തൊരു സാമ്പിൾ തരുമോ? അർശി അങ്ങനെയാണ് ടേസ്റ്റ് ഇതിന് വാങ്ങുള്ളൂ. ഓരോരുത്തർക്കും ഓരോന്ന് സാമ്പിൾ കിട്ടിക്കണം നമുക്ക്. നല്ല ചൂടുണ്ട് കേട്ടോ. കിലോ എത്ര ആക്കാം? 160. എനിക്കും 1 കിലോ വേണം. 3 1 കിലോ. ഇപ്പം നമ്മളെല്ലാവർക്കും സാധനം പറ്റി. നിൽക്കാതെ മെഷീൻ എടുത്തുട്ടോ. പേയ്മെന്റ് അപ്പുറത്തെ മുന്നിൽ ഫ്രഷ് സാധനം ഉണ്ടാക്കി ഇങ്ങനെ കൊണ്ടുവരാണ്. ബൈ. അപ്പൊ മുന്റെ മുത്ത് അല്ലേ, നമ്മൾ തമ്മിലൊരു പ്രശ്നമില്ല. ഇതെന്തിനത് ഇങ്ങനെ നിന്നാ എന്താണ് അത് പറയണോ? മനസ്സ് വായിക്കണ്ടേ? തെറ്റോ? അപ്പൊ നമുക്ക് പോവാ. നമ്മള് പോയിട്ട് എന്താണ് ഇനി അടുത്ത വ്ളോഗുകള്, ബാസിന്റെ അടുത്ത വ്ളോഗുകള് എല്ലാവരും കാത്തിരിക്കുക. നമ്മളതൊക്കെ വരാണ്ട് അടിപൊളി വ്ളോഗുകൾ വരാണ്ട്. അപ്പൊ വ്ളോഗ് കുറച്ച് കേട്ടോ. അതെ, കുറച്ച് ഇന്ത്യയിലാണ് മുറിച്ചാണ്. അപ്പൊ വ്ളോഗ് കണ്ട എല്ലാവരോടും നന്ദി. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ബാസിന്റെ വ്ളോഗ്, കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ അടിച്ച് പൊട്ടിക്കുക. അപ്പൊ അടുത്ത വ്ളോഗുകളൊക്കെ വരും വരെയൊക്കെ എല്ലാവരോടും